അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് നോബിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണാണ് ചേരുന്നത്. ടോബി, ഗുഡ് ഈവനിങ്. ഈ അമ്മയും മക്കളും, പ്രത്യേകിച്ച് അമ്മ, ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഭർത്താവ് നോബിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു ഈ അമ്മയും ഈ കുഞ്ഞുങ്ങളും കടന്നുപോയിരുന്നതെന്നാണ് കോടതി വിലയിരുത്തിയത്? ക്രിസ്റ്റീന, അല്പസമയം മുമ്പാണ് ഈ കേസിലെ ഏകപ്രതിയായിട്ടുള്ള നോബി ലൂക്കോസിനെ കോട്ടയം സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ ഏകദേശം 5 മണിക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കിയത്. എന്തായാലും കടുത്ത മാനസിക സമ്മർദ്ദം ഈ അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പോലീസ് കോടതിയിൽ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയിൽ അടക്കം ചോദിക്കേണ്ട ഒരു സാഹചര്യം പോലീസിനുണ്ട്. അത് അടുത്ത ദിവസം കസ്റ്റഡിയിൽ ചോദിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിശക്തമായിട്ടുള്ള കടുത്ത മാനസിക സമ്മർദ്ദം ഈ ഷൈനി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഒന്ന് ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. അവർക്ക് ജോലി ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം തന്നെ ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന പീഡനങ്ങൾ. അത് സഹിക്കവയ്യാതെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോരുന്നു 9 മാസം മുൻപ്. അതിനുശേഷം അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പല സ്ഥലങ്ങളിലും ജോലിക്ക് അപേക്ഷിച്ചെങ്കിലും അവിടെയൊന്നും അവർക്ക് ജോലി കിട്ടിയില്ല. വിദേശത്തേക്ക്, നേഴ്സാണ് അവർ, വിദേശത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ വിവാഹമോചനത്തിന് വേണ്ടി ഒരു കേസ് കോടതിയിൽ നൽകിയിരുന്നു. ആ കേസിൽ ഹാജരാകാൻ പലതവണ കോടതി നോട്ടീസ് അയച്ചിട്ട് പോലും ഹാജരായി ആ കേസിൽ ഒരു തീർപ്പുണ്ടാക്കി അവർക്കൊരു സമാധാനം ലഭിക്കാനുള്ള ഒരു അവസരം ഈ പ്രതി നൽകിയില്ല എന്നുള്ളൊരു കണ്ടെത്തലിൽ തന്നെയാണ് ഈ പ്രതിക്ക് എതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഏറ്റുമാനൂർ പോലീസ് പറയുന്നത്. കാരണം അത്രത്തോളം ഗാർഹിക പീഡനം അതിരൂക്ഷമായിട്ടുണ്ടായ ഒരു കേസാണ്. ഈ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുമൊക്കെ ഈ ഷൈനിയെ മാനസികമായി അടക്കം പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വിവരം പോലീസിനുണ്ട്. നേരത്തെ തന്നെ തൊടുപുഴ സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചൊരു കേസും കൊടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം വിശദമായി പരിശോധിച്ച് അന്വേഷിച്ച് വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു നടപടിയിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ക്രിസ്റ്റീന, എന്തായാലും യുവതിയുടെ ഭർത്താവ് നോബി ഇപ്പോൾ റിമാൻഡിലാണ്. ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേർന്നത്. ഈ കഴിഞ്ഞ ദിവസം തുടങ്ങി ഈ വാർത്ത വരുന്നു. അമ്മയും 2 കുട്ടികളും ട്രെയിനിനടിയിൽ പോയി എന്ന് പറയുന്നു, ആത്മഹത്യയാണെന്ന് പറയുന്നു. പിന്നീട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ പോലെ വന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും. അപ്പോൾ അമ്മയുടെ ഫോൺ കൂട്ടുകാരിയോട് സംസാരിക്കുന്ന കേട്ടാൽ അറിയാം, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ജോലി നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ബ്രേക്ക് എടുത്തതുകൊണ്ട് കിട്ടാൻ പാടാണ്. എന്നാലും കൂട്ടുകാരിയോട് ചോദിക്കുകയാണ്, ഒന്ന് നോക്കാമോ അവിടെ ജോലി കിട്ടും. 1 വർഷമെങ്കിലും എടുക്കും അമേരിക്കയിലേക്കൊക്കെ പോകാനായിട്ട്. അങ്ങനെയാണ് ഈ കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എത്ര പോസിറ്റീവായിട്ടൊക്കെ ചിന്തിച്ചാൽ ഒരു നിവൃത്തിയില്ലാതെ വന്നൊരു നിമിഷത്തിലായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വല്ലാത്ത വേദനയാണ്. സോഷ്യൽ മീഡിയയെ നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് അല്ലേ, പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തായാലും അയാളുടെ അറസ്റ്റിലേക്കൊക്കെ അതെത്തി. പക്ഷേ ഒരു കാര്യം, ഇതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കരുതലോടെ, ശ്രദ്ധയോടെ, ഒരു അലാമിങ് ഒരു കാര്യം അതുണ്ടോ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, അവരുടെ ജീവൻ അപകടത്തിലാകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് അങ്ങോട്ട് പറയുകയല്ല, നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് പറയാട്ടോ. ഉറപ്പായിട്ടും ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് തട്ടിയാൽ അത്രയും സന്തോഷമാണ്. ഈ ചില ആൾ ദൈവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവരിങ്ങനെ ഹഗ് ചെയ്യും. അപ്പോൾ ചിലർ നിന്ന് പൊട്ടിക്കരയണം നമുക്ക് കാണാം. വിശ്വാസങ്ങളും അതൊക്കെ മാറ്റി നിർത്തി നോക്കിയാൽ ഒന്ന് ഹഗ് ചെയ്താൽ, അല്ലെങ്കിൽ നന്നായി, അല്ലെങ്കിൽ സാരല്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അല്ല, അതിന് എന്താ പറയാ, ആളുകൾ പറയും സയന്റിഫിക്കലി പ്രൂവൺ ആണ് ആ കാര്യം. ഒരു ഹഗ്ഗിൽ ഒരുപാട് ഹോർമോൺസ് റിലീസ് ആവുന്നു, നമ്മുടെ ഹാപ്പി ഹോർമോൺസ് അങ്ങനെ റിലീസ് ആവുന്നു. അതുകൊണ്ട് ഒരു റിലാക്സ്ഡ് ഫീലിംഗ് കിട്ടും ആളുകൾക്ക്. അതൊക്കെ ഓരോ കാരണങ്ങളാണ്. അപ്പോൾ ആ അമ്മയുടെയും മക്കളുടെയും വിവരങ്ങൾ കേൾക്കുമ്പോഴും ആ ചിത്രങ്ങൾ കാണുമ്പോഴും ഒക്കെ വല്ലാത്ത സങ്കടമാണ്, വേദനയാണ്. ഇനിയും ഇങ്ങനെ ജീവനുകൾ പൊലിയാതിരിക്കട്ടെ. ഒരു കാര്യം നമുക്ക് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.